ഓരോ പ്രഭാതത്തിലും കോടിക്കണക്കിന് പേർ ഉണരുന്നു. എവിടെയെങ്കിലും പോകാൻ, എന്തെങ്കിലും നേടാൻ, എന്തെങ്കിലും പിന്തുടരാൻ. പക്ഷേ എന്തിന്? ജീവിതമെന്നാൽ വെറുതെ മുന്നോട്ടു പോകുന്ന ഒന്നല്ല, ശരിയായ ദിശയിൽ പോകുന്ന ഒന്നാണ്. ലക്ഷ്യമെന്നത് പുറത്തുനിന്നും കണ്ടെത്തേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നും ഉണർത്തേണ്ടതാണ്. ഇന്ന് നാം തുടങ്ങുന്നത് ലോകയാത്രയല്ല, നമ്മളിലേക്ക് തന്നെയുള്ള യാത്രയാണ്. അവിടെ നമുക്ക് കണ്ടെത്താനാവും ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം, ലക്ഷ്യം. ഇത് വേഗത്തിന്റെ കാലമാണ്. വേഗത്തിൽ ലക്ഷ്യം, വേഗത്തിൽ പണം, വേഗത്തിൽ നിരാശ. നാം ഓടുന്നു, പക്ഷേ എവിടേക്കാണെന്ന് ചോദിക്കാറില്ല. നേട്ടങ്ങളുണ്ടാക്കുന്നു, പക്ഷേ മനസ്സ് ശൂന്യം. ലക്ഷ്യം തന്നെയാണ് ചലനത്തിനും പുരോഗതിക്കുമിടയിലുള്ള വ്യത്യാസം. ജീവിതം എത്ര ദൂരം പോയി എന്നതല്ല പ്രധാനം, എന്തിനാണ് പോയതെന്നതാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. അത് നീങ്ങും, പക്ഷേ എവിടെയും എത്തില്ല. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ മൗനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാം. ഒരു നിമിഷം മൗനമായിരിക്കുക, ചിന്തിക്കുക, ചോദിക്കുക, എനിക്ക് ശരിക്കും എന്താണ് പ്രധാനപ്പെട്ടത്? ആ ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറ്റിമറിക്കാൻ. ലക്ഷ്യമെന്നത് അവൻ ഒരിക്കലും ഉച്ചത്തിൽ വിളിച്ചു പറയില്ല. അവൻ മന്ത്രിക്കും രഹസ്യമായി. മനസ്സിൽ സമാധാനം നൽകുന്ന കാര്യങ്ങളിൽ തന്നെയാണ് അത് മറഞ്ഞിരിക്കുന്നത്. പലരും അവരുടെ ലക്ഷ്യം കണ്ടെത്തുന്നത് ജീവിതത്തിലെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമായിരിക്കും. തോൽവിയും നഷ്ടവും തന്നെയാണ് നമ്മെ വളർത്തുന്നത്. ഇരുണ്ട നിമിഷങ്ങൾക്കുള്ളിൽ നിന്നാണ് വെളിച്ചം പിറക്കുന്നത്. ജീവിത ലക്ഷ്യം വേദനയെ ഒഴിവാക്കുന്നതിലൂടെ കിട്ടില്ല, അതിലൂടെ വളരുന്നതിലൂടെ ലഭിക്കും. ഒരു ദിവസം നീ തിരിച്ചറിയും, ലക്ഷ്യമെന്നത് നിന്റെ മാത്രം കാര്യമല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ സൃഷ്ടിക്കുന്ന മാറ്റത്തിലാണ്. എന്ന് നിന്റെ ജീവിതം മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നുവോ, അന്ന് നിനക്ക് മനസ്സിലാകും നിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ലക്ഷ്യം സേവനമാണ്. ലക്ഷ്യം എന്നും നിലനിൽക്കുന്ന പൈതൃകമാണ്. ഓർമ്മിക്കുക, ലക്ഷ്യം ഒരു അവസാന സ്ഥലമല്ല, ഒരു യാത്രയാണ്. അത് വളരും, മാറും, ആഴപ്പെടും നീ വളരുന്നതനുസരിച്ച്. ഓരോ പ്രഭാതവും നീ ചോദിക്കുക, ഇന്നെനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, എന്റെ ജീവിതത്തിന് അർത്ഥം നൽകാൻ കഴിയുന്നത്? അങ്ങനെ നീ ആ വഴി നടക്കുമ്പോൾ നിനക്ക് ലഭിക്കും സമാധാനം, വ്യക്തത, സന്തോഷം. കാരണം നീ അവസാനം ലക്ഷ്യത്തിലെത്തിയതുകൊണ്ടല്ല, നീ നിന്റെ ദിശ കണ്ടെത്തിയതുകൊണ്ടാണ്.